ഇപ്പോൾ BHPയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ടെലിഫോണിലായി ചേരുകയാണ്. ശ്രീ അനിൽ വിളയിൽ, പരിവാർ സംഘടനകൾ ഒരു കാര്യം പറയും, പക്ഷേ BJP അങ്ങനെയല്ല. അവർ വീണ്ടും സഭയെ അനുനയിപ്പിക്കുവാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ സഭാ മേലധ്യക്ഷന്മാരെ കാണുന്നതും. അപ്പോൾ ഛത്തീസ്ഗഡിൽ ഒരു തെറ്റ് പറ്റി എന്നുള്ള കാര്യം സഭാ മേലധ്യക്ഷന്മാരെ അറിയിക്കുകയാണ് എന്ന് വ്യക്തമാണല്ലോ. എങ്ങനെയാണ് BHPയുടെ നിലപാട്? വിശ്വഹിന്ദു പരിഷത്തിന്റെ ദേശീയ കാര്യകർത്താവായിട്ടുള്ള ഡോക്ടർ സുരേന്ദ്ര ജെയിൻ വളരെ വ്യക്തമായ രീതിയിൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു പത്രക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതിനപ്പുറമായി BHPയുടെ സംസ്ഥാന നേതൃത്വത്തിന് യാതൊന്നും തന്നെ പറയാനില്ല. അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ BJPയുടെ നേതൃത്വത്തിലുള്ള ആള് ഈ ജയിലിൽ നിന്നിറങ്ങിയ കന്യാസ്ത്രീയെ സ്വീകരിക്കാൻ പോയ നടപടി തെറ്റാണെന്നും BJP ഉൾപ്പെടെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളുടെ നയം നിർബന്ധിത മതപരിവർത്തനത്തിനും ഒക്കെ തന്നെ എതിരാണ് എന്നുമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതുമായി കൂട്ടി വായിച്ചാൽ മതി എന്നോട് ചോദിച്ചിരിക്കുന്ന ഈ ചോദ്യത്തിന്റെ ഉത്തരവും. അതായത് അതിനും അപ്പുറം കടന്ന് BJP ഇപ്പോൾ പോകുന്ന നടപടി അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമായിരിക്കാം. പക്ഷെ വിശ്വ ഹിന്ദു പരിഷത്ത് നേതൃത്വത്തിന് അപ്രകാരം പോകുന്നതിനോടോ ജയിലിൽ പോയി സ്വീകരിച്ച നടപടിയോടോ യാതൊരു വിധമായ യോജിപ്പുമില്ല. പക്ഷേ ഇപ്പോൾ CPMന്റെ അനിൽകുമാർ പറഞ്ഞ് ശ്രദ്ധിച്ചുവല്ലോ, ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ ദിവസമാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞത് മതപരിവർത്തന നിരോധന നിയമം അതൊന്നുകൂടി ശക്തമാക്കാൻ പോവുകയാണെന്ന്. അതായത് അത് നിർബന്ധിത മതപരിവർത്തനത്തെ തടയുകയല്ല, മതപരിവർത്തനമേ പറ്റില്ല, സ്വയേച്ഛയാൽ വന്നാൽ പോലും പറ്റില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൂടുതൽ അതിന് പല്ലും നഖവും കൂട്ടുന്നു എന്ന രീതിയിലല്ലേ കാര്യങ്ങൾ പോകുന്നത്. അതാണ് CPMന്റെ ആരോപണം വരുന്നത്, കന്യാസ്ത്രീകൾക്ക് വെളിയിലിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോവുകയാണ് എന്ന്. വിശ്വ ഹിന്ദു പരിഷത്ത് എല്ലാ കാലത്തും ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. മതപരിവർത്തനം എന്ന് പറയുന്ന സ്വമനസാലെ ഒരു വളരെ അപൂർവമായ വ്യക്തികൾ മാത്രമാണ് മതപരിവർത്തനത്തിന് പോകുന്നത്. ബാക്കി എല്ലാം തന്നെ നിർബന്ധിതമായിട്ടുള്ളതോ അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ചുകൊണ്ടോ സ്വാധീനിച്ചുകൊണ്ടോ സമ്മർദ്ദത്തിൽപ്പെടുത്തിയോ ആണ് ചെയ്യുന്നത്. ഇതിന്റെ അതിർവരമ്പുകൾ വളരെ നേർത്തതാണ്. സ്വമനസാലെ ആണോ നിർബന്ധപൂർവമാണോ എന്നുള്ള അതിർവരമ്പുകൾ നേർത്തതായതുകൊണ്ടാണ് അവിടെ വെച്ച് ഇപ്പോൾ നിർബന്ധിതമാണോ അതോ സ്വയേച്ഛയാണോ എന്ന് പോലും നോക്കാതെയാണ് അവിടെ ഇടപെടൽ നടത്തുന്നത് പരിവാർ സംഘടനകൾ. അതാണ് പ്രശ്നം. തെരുവിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. നിലവിൽ ഇടപെടുന്നുണ്ട്, തെരുവിലാണ് ഇടപെടുന്നത്. നിങ്ങൾക്ക് തോന്നുകയാണ് അല്ല എന്ന് തോന്നിയാൽ അല്ല, അവിടെ അങ്ങനെ തന്നെ അത് പോലീസിനെ കൊണ്ട് FIR എടുപ്പിക്കുന്നു, അറസ്റ്റ് ചെയ്യിക്കുന്നു. അപ്പോൾ നിയമ സംവിധാനത്തിന് മനസ്സിലാവുന്നു അതല്ല, അപ്പോൾ റിലീസ് ചെയ്യുന്നു. ഇങ്ങനെ വരികയാണെങ്കിൽ എങ്ങനെയാണ്? അതാണ് പറഞ്ഞത്, കന്യാസ്ത്രീകൾക്ക് വെളിയിലിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കാൻ പോവുകയാണ് ഛത്തീസ്ഗഡിലെന്ന്. നിയമ സംവിധാനത്തിന് മനസ്സിലാകുന്നുണ്ടല്ലോ പല ഘട്ടങ്ങളിലും നിർബന്ധിതപൂർവമായ മതപരിവർത്തനം നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിൽ ധാരാളം ആൾക്കാരെ ഇത്തരത്തിൽ ശിക്ഷിച്ചിട്ടുണ്ടല്ലോ. അതെന്താണ് താങ്കൾ കാണാതെ പോകുന്നത്? ഇത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. ബഹുഭൂരിപക്ഷം മതപരിവർത്തനങ്ങളും നിർബന്ധിതമാണ്. ഈ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ക്രൈസ്തവ പ്രസ്ഥാനങ്ങൾ, തീവ്രവാദ സംഘടനകളെ ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട്, മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങളെ ഒക്കെ തന്നെ കൂട്ടുപിടിച്ചുകൊണ്ട് നിർബന്ധിതമായി ഈ രാജ്യത്തിന്റെ സൈന്യത്തിന് പോലും കടന്നു കയറാൻ ഒക്കാത്ത ചില പ്രദേശങ്ങളിലേക്ക് കടന്നു കയറിക്കൊണ്ട് അവർ മതപരിവർത്തനം നടത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായ എതിർപ്പ് പല കോണുകളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. ശരി, അനിൽ ടെലിഫോണിലുണ്ടോ? തുടരുകയാണ്. അനിൽകുമാർ ടെലിഫോൺ ലൈനിലുണ്ടോ? ശരി, ഇതാണ് BHPയുടെ നിലപാട്. ശ്രീജിത്ത്, എന്തായാലും ഇക്കാര്യത്തിൽ പരിവാർ സംഘടനകൾ സ്വാഭാവികമായിട്ടും BJPയുടെ ഇപ്പോഴത്തെ ഈ ശ്രമത്തെയും, അതായത് അരമനകൾ കയറിയിറങ്ങി സഭാ മേലധ്യക്ഷന്മാരെ കണ്ട് വീണ്ടും ഒരു അനുനയ നീക്കം നടത്തുന്നതിനെ എതിർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കുറച്ചുകൂടി കടുപ്പിച്ചിരിക്കുകയാണല്ലോ വിശ്വ ഹിന്ദു പരിഷത്തിനെ പോലെയുള്ളവർ. അപ്പോൾ BJPക്ക് അതും നേരിടേണ്ടി വരും സ്വാഭാവികമായിട്ടും കേരളത്തിൽ. അത് പ്രതിരോധമുണ്ടാക്കുന്ന കാര്യം കൂടി ആണല്ലോ. തുടക്കം മുതൽ ഈ രണ്ട് പ്രതിരോധങ്ങളും BJP നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതായത് സമീപകാലത്തൊന്നും ഇല്ലാത്തൊരു രാഷ്ട്രീയ പ്രതിസന്ധി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മഞ്ജുഷ നമുക്ക് എടുത്ത് കാണാൻ കഴിയുന്ന ഒരു കാര്യം. പ്രത്യേകിച്ച് സഭകളെ സഹായിക്കാൻ പോയി അവരുടെ ഭാഗത്തു നിന്നും ഒരു കാര്യമായ പിന്തുണ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ആത്യന്തികമായി സംഭവിച്ചിരിക്കുന്ന ഒരു പ്രതികരണം. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ, പക്ഷേ ഇപ്പോഴുണ്ടായ പ്രശ്നങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന പ്രതീക്ഷ BJPയെ സംബന്ധിച്ചുണ്ട്. പ്രത്യേകിച്ച് RSSന്റെ ഒക്കെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായി ഈ പ്രശ്ന പരിഹാരത്തിന് ഉള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ അത് BHP തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ BJPക്ക് അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി പല നീക്കങ്ങളും നടത്തേണ്ടി വരുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഫലത്തിൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി തന്നെയാണ് BJP ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത്. അതിനെ എതിർക്കുന്നവർക്കും രാഷ്ട്രീയ നേട്ടം എന്ന ലക്ഷ്യമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും
നിലവിൽ പ്രതിസന്ധിയിലാണ്. ഇതിൽ നിന്ന് കരകയറാനുള്ള ശ്രമങ്ങളാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വിജയം കാണുമോ എന്നൊക്കെയുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ശരി, ജി ശ്രീത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും BJP സഭകളെ അനുനയിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. നേരിട്ട് ബിഷപ്പ് ഹൗസുകളിൽ പോയി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അനുനയ നീക്കം നടത്തുന്നത്.